അപ്പം മച്ചാന്മാരെ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ്. വൺ ബ്ലോക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ ഒരു സ്പെഷ്യൽ മാപ്പാണിത്. മാപ്പെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു മോഡ് പാക്കാണിത്. ഈ മാപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആകെ ഒരു ഒറ്റ ബ്ലോക്കേ ഉള്ളൂ. നമ്മൾ ഈ ബ്ലോക്ക് പൊട്ടിച്ച് ബാക്കി സംഭവങ്ങളൊക്കെ ബിൽഡ് ചെയ്യുക. അതായത് ഒറ്റ ബ്ലോക്കിൽ നിന്നാണ് നമ്മൾ ഈ വേൾഡ് കളിക്കുന്നത്. ഇതിനകത്ത് ആദ്യം തന്നെ ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബ്രേക്ക് ദ ബ്ലോക്ക് ബിലോ. നമുക്ക് ഒരെണ്ണം ബ്രേക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ? അപ്പോൾ ആ ബ്ലോക്ക് കൂട്ടി അടുത്ത ബ്ലോക്ക് വന്നു. നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് നമ്മുടേതായ ഒരു വേൾഡും നമ്മുടെ ബേസ് സംഭവമൊക്കെ ഉണ്ടാക്കുക. അതാണ് ഇവിടുത്തെ ഗോൾ. നമുക്ക് ഈ ബ്ലോക്കിങ്ങനെ റീജനറേറ്റ് ആക്കിക്കൊണ്ടിരിക്കും. അടുത്ത് പൊട്ടിച്ചാൽ ഇത് ഇൻഫിനിറ്റ് ആണ്. ഈ ബ്ലോക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്രയും പൊട്ടിക്കാനാണ് ഇവരിവിടെ പറഞ്ഞേക്കുന്നത്. ഒരു മൈൻക്രാഫ്റ്റിലുള്ള എല്ലാ ബ്ലോക്കും ഇവിടെ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് ചെയ്യാം. നമുക്ക് നമ്മുടേതായ ഒരു ലാൻഡ് തന്നെ ഉണ്ടാക്കണം ആകാശത്ത്. പിന്നെ ഇതിൽ വോയിഡ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ബ്ലോക്കുകളിൽ താഴോട്ട് പോയാൽ നമ്മൾ വോയിഡിൽ പോയി കിടക്കും. മച്ചാൻ വരെ നമുക്ക് ഈ അടിയിലത്തെ കുറച്ച് ബ്ലോക്കൊക്കെ പൊട്ടിച്ച് നമുക്ക് നമ്മുടേതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. അപ്പം മച്ചാൻ വരെ നമുക്ക് ഈ അടിയിലത്തെ കുറേ ബ്ലോക്കൊക്കെ പൊട്ടിച്ച് നമ്മുടേതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. A few moments later. ഞാൻ അങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഇവിടെ വേറെ എന്തോ എഴുതി തന്നിട്ടുണ്ട്. there are 10 phases. അതായത് 10 ഘട്ടങ്ങളുണ്ട് ഇതിന്. ഓരോ ഫേസിനും ഒരു തീമുണ്ട്. ആദ്യത്തെ ഫേസാണ് പ്ലെയിൻസ്. എനിക്കൊന്ന് എൻ്റെ അമ്മോ, അപ്പോൾ അവരോട് പറഞ്ഞേക്കുന്നത് പ്ലെയിൻസ് എന്ന് പറഞ്ഞ തീമിന് അനുയോജ്യമായ മോബ്സ്, അതായത് കവും ഷീപ്പും പിഗും എല്ലാം ഇവിടെ സ്പോണാവും. നമ്മൾ പ്ലെയിൻസ് ബയോമിലുള്ള അത്ര ഐറ്റംസ് എല്ലാം ഇവിടെ സ്പോണാവും. നമ്മൾ പൊട്ടിച്ച് നമ്മുടേതായ ലാൻഡ് ഉണ്ടാക്കുക. മൺ ബ്ലോക്ക് ഇതിൽ ചെയ്യേണ്ടതുപോലെ തന്നെ. അമ്മമാരെ എനിക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. ഓടിപ്പോയാൽ തീർന്നു. ഹാർഡ് കോർ ആണോ? ഇതല്ല. ഹാർഡ് കോർ ആണ്. ആലോചിച്ച് നോക്കി എത്ര പെട്ടെന്ന് ആവും നമ്മൾ. പിന്നെ ഇവരോട് പറഞ്ഞേക്കുന്നത് ഗ്രാവൽ പോലത്തെ ബ്ലോക്സ് താഴെട്ടോ സാൻഡൊക്കെ സ്പോൺ ആവുകയാണെങ്കിൽ നമുക്ക് അടിയിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെക്കേണ്ടി വരും ഇതെല്ലാം കളക്ട് ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ചെസ്റ്റ് വെച്ച് നമുക്കൊരു ആക്സ് പോലെ ഉണ്ടാക്കാം. നമുക്ക് ഇൻഫിനിറ്റ് ബ്ലോക്കിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്ക് വെക്കേണ്ടി വരും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതെങ്ങനെ വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. താഴോട്ട് ചാടാനും പറ്റത്തില്ല. വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവരിവിടെ ചോദിക്കുന്നുണ്ട് റെഡി ഫോർ ആൻ അഡ്വഞ്ചർ. റെഡി ആണല്ലോ, നമ്മൾ ഓൾവേസ് റെഡിയാണ്. എന്ത് കേടാ അത്? എന്തോ ഗിഫ്റ്റാണ്. കുറേ ടോർച്ചും വുഡും സംഭവമൊക്കെ ഉണ്ട് ഈ ചെസ്റ്റിനകത്ത്. പിന്നെ കുറേ സിമ്പിളൊക്കെ പറക്കുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല. അപ്ഗ്രേഡ് നമുക്ക് ആദ്യത്തെ ഫേസ് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യത്തെ ഫേസ് കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ഫേസ് 1 ആയതേ ഉള്ളൂ. ഇത്രയും നേരം നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ, ഒരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയായിരിക്കും ശരിക്കുള്ള സംഭവം തുടങ്ങുന്നത്. നമുക്കൊരു ബക്കറ്റ് വാട്ടർ കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് വെച്ച് താഴോട്ടൊരു ബ്ലോക്ക് ഉണ്ടാക്കാം. കാണിച്ചു തരാം. വെള്ളം ഒഴിക്കുക, എന്നിട്ട് താഴോട്ട് പോവാം. ഇതുണ്ടല്ലോ, എന്നിട്ട് മണ്ടയിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. അപ്പോൾ അടിയിലൊരു ബ്ലോക്കായി ഗൈസ്. നമുക്ക് അടിയിലൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കാം. അത്യാവശ്യം വലിയൊരു പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് വേണ്ടി വരും. പിന്നെ മൈനിങ്
A few moments later. മച്ചവരെ നമ്മൾ നട്ടു വെച്ചൊരു മരം വളർത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏതായാലും അത് അവിടെ ഇരിക്കട്ടെ ഒരു ഭംഗിക്ക് വേണ്ടി. നമുക്ക് പിന്നെ ഒരു ട്രീ ഫാം പോലെ സെറ്റ് ചെയ്യണം. കാരണം ഇവിടെ എപ്പോഴും വുഡ് സ്പോൺ ആകത്തില്ല. നമുക്ക് വുഡിൻ്റെ ഒക്കെ ഒത്തിരി ആവശ്യമുണ്ടെങ്കിൽ ട്രീ ഫാം തന്നെ വേണം. അടുത്ത മരം കൂടി ഉടനെ വളരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. മച്ചവരെ നമുക്ക് കുറേ നേരമായിട്ട് കോബിൾ സ്റ്റോൺ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കോബിൾ സ്റ്റോൺ ഒക്കെ കിട്ടുവാണെങ്കിൽ വലിയ ഉപകാരം. നമുക്കൊരു മത്തങ്ങയും ക്ലേയൊക്കെ ആക്കിയിട്ടുണ്ട്. ക്ലേ പിന്നെ പൊട്ടിച്ചോട്ടേക്ക് നൈറ്റ് ആയ മോക്സ് സ്പോൺ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും മോക്സ് സ്പോൺ ആയ തന്നെ നമുക്ക് ബെഡില്ല. നമുക്ക് മരം അടിച്ച് വീട്ടിലോട്ട് വേണ്ടി വരും. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ടോർച്ച് വെച്ചേക്കാം. സുഹൃത്തുക്കളെ, നമുക്ക് ഒരു സ്റ്റാക്ക് ഡേർട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കാം. ഒരു വലിയ പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടാക്കണം. ഇവിടെ നമുക്കൊരു ചിന്ന ബേസ് ഉണ്ടാക്കണം. നമുക്ക് തൽക്കാലം നമ്മുടെ ഏറ്റവും മണ്ടയത്തെ ഫ്ലോറിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. നല്ല വീതി വേണം. ഒരു കാര്യം ഈ സൈഡിലോട്ട് ഉണ്ടാക്കാം. അത്രയും മതി. പക്ഷേ നമുക്ക് ബേസ് ഉണ്ടാക്കുമ്പോൾ ആർഭാടമായിട്ട് ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ചിന്ന ബേസ് ഉണ്ടാക്കാം. ഒരു 1 2 3 ഇവിടെ ഇങ്ങനെ വെക്കാം. നമുക്ക് റൂഫ് ഉണ്ടാക്കണം. അതിനുള്ള കോബിൾ സ്റ്റോൺ നമ്മുടെ ഇല്ല. നമുക്ക് കുറേ വുഡ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം. അവസാനം നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ കിട്ടും. അത് വെച്ച് നമുക്ക് റൂഫ് ഉണ്ടാക്കണം. പിന്നെ ഞാനും അല്ലെങ്കിൽ വേണ്ട, നമുക്കിതേ ഈ പശുവിനും അനിമൽസിനും എല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇടാം. പിള്ളേരെ വന്നേടാ, പിള്ളേരെ വന്നേ, പെട്ടെന്ന് വന്നേ. ഇനി ഇങ്ങോട്ടും കൂടെ ഒരു ചെറിയ പ്ലാറ്റ്ഫോം പോലെ ബിൽഡ് ചെയ്യണം. നടക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഒരു വലിയ പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ ചുറ്റോട്ട് വേണം. ഒന്നാമത്തെ കേസ് മോപ്പിനെല്ലാം നടക്കാൻ സ്ഥലമില്ല. രണ്ടാമത്തെ കേസ് നമുക്ക് നടക്കാൻ സ്ഥലമില്ല. നമ്മൾ ഇന്നലെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ഓക്കെ, ആദ്യം നല്ല പ്ലാറ്റ്ഫോം ആയിട്ടുണ്ട്. സാറേ, നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എക്സ്പാൻഡ് ചെയ്യണം. ഇങ്ങോട്ട് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. ഇങ്ങോട്ടുകൂടെ കുറച്ചുകൂടെ പ്ലാറ്റ്ഫോം എക്സ്പാൻഡ് ചെയ്യണം. എന്നിട്ട് ജീപ്പ് വരെ താഴെ പോകും. നമ്മൾ കുറച്ചുകൂടെ നമ്മൾ പ്ലാറ്റ്ഫോം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നടക്കാനുള്ള സ്പേസ് ആയിട്ടുണ്ട് ഹോപ്പ്ഫുള്ളി. ബാക്കി പിന്നെ നമ്മുടെ ഗ്രൈൻഡിങ് തുടങ്ങാം. വരെ നമുക്കൊരു ഗ്രാസ് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉപകാരം എന്നാന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ മൊത്തം ഡേർട്ടല്ലേ, നമ്മളൊരു ഗ്രാസ് ബ്ലോക്ക് ഇങ്ങോട്ട് വെക്കുന്നു. ഇപ്പം അതൊക്കെ പടർന്ന് പന്തലിച്ച് നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ മൊത്തം പുല്ല് പടർന്നോളും. ഇവന്മാരെല്ലാം നടക്കാൻ ഒരു സ്ഥലമാവും. വരെ നമ്മുടെ അടുത്ത ഫേസ് ആയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്താ എന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ഇനിയും മോബ്സും കോബിൾസ്റ്റോണും ഒക്കെ കിട്ടുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. 8 സെക്കൻഡും കൂടെ 7 6 ഇപ്പം എന്നാ സംഭവം നമുക്ക് നോക്കാം. കോബിൾസ്റ്റോൺ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോബിൾസ്റ്റോൺ കിട്ടാൻ തുടങ്ങി. പിന്നെ പിക്കാക്സ് ഉണ്ടാക്കാൻ വേണ്ടി കോബിൾസ്റ്റോൺ അങ്ങോട്ട് മൈൻ ചെയ്യാം. നമുക്ക് കുറെ ആദ്യമായിട്ടാണ് സ്റ്റോണേജ് കിട്ടാൻ വേണ്ടി ഇത്ര സമയം എടുക്കുന്നത് എനിക്ക്. നമുക്ക് വെറൈറ്റി ബ്ലോക്സ് കിട്ടാൻ തുടങ്ങി. നമുക്ക് ആവശ്യത്തിനുള്ള കോബിൾസ്റ്റോൺ കിട്ടുന്നുണ്ട്. നമുക്ക് ഇത് വെച്ച് നമ്മുടെ വീടിൻ്റെ റൂഫ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇത് വേറെന്തോ നമുക്ക് കുറേ മൊയില കുഞ്ഞുങ്ങൾ സ്പോണായിട്ടുണ്ട്. മരം വെച്ച് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഗ്രൈൻഡിങ് കണ്ടിന്യൂ ചെയ്യാം. ആവശ്യമില്ലാത്ത കുറേ ചപ്പേവർ ബ്ലോക്സ് എല്ലാം സ്പോൺ ആവുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരു ചെസ്റ്റ് സ്പോൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് എന്നാ ഉണ്ടെന്ന് അറിയത്തില്ല.
നമുക്ക് ബോൺ കിട്ടി ഗൈസ്. നമുക്ക് പട്ടി വല്ലതും സ്പോൺ ആവാണ് ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കാം. കുറെ കോളും നമുക്ക് കിട്ടുന്നുണ്ട്. നൈറ്റ് ഇവിടെയൊക്കെ ഒന്ന് ലൈറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി കോള് ഉപകാരപ്പെടും. പിന്നെ ഒരു മഷ്റൂം ബയോമിൽ സ്പോൺ ആവുന്ന റെയർ കൗ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ റെയർ മോബ് ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ, തല്ലി കൊല്ലണ്ട, ഒരു ഭംഗിക്ക് വേണ്ടി ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും നിൽക്കാൻ സ്ഥലമില്ല. ഉണ്ടല്ലേ, അപ്പോൾ എല്ലാം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. നമ്മുടെ കൂട്ടുകാർക്ക് നടക്കാൻ സ്ഥലമില്ല. ഓക്കെ, ഇപ്പൊ കാണാൻ പിന്നെ വൃത്തിയോടെ അങ്ങ് പോയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നമ്മുടെ വീടിന്റെ റൂഫ് ശരിയാക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ വീടിന്റെ റൂഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്ലാബ് വീടിന്റെ മണ്ടയിലോട്ട് വെക്കാം. നമുക്ക് തലയുടെ മണ്ട നമ്മുടെ വീടിന്റെ റൂഫ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമ്മുടെ ഒരു ചിന്ന ബേസ് ഉണ്ടാക്കി നമ്മൾ 2 മരം നട്ടു. നമുക്ക് ആവശ്യത്തിലുള്ള മോബ്സ് ആയി. എനിക്ക് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ എന്നാ സംഭവം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള എക്സൈറ്റിംഗ് കണ്ടിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പീസ് ഔട്ട്, ബൈ ബൈ.